പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. വീണ്ടും നിങ്ങളുടെ പാരിപ്പാൻ കർത്താവിന്റെ വചനം ധ്യാനിപ്പിച്ചിരിക്കുന്ന നല്ല സമയത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുവാണ്. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അസാധ്യമെന്ന് ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോട് ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാക്കുന്നാൾ അവനൻ ബലം. അവനെൻ്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെൻ്റെ സർവ്വവുമേ. അവനെൻ്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെൻ്റെ സർവ്വവുമേ. അസാധ്യമെന്ന് ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോട് ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. ആമേൻ. ദൈവത്തിന് മഹത്വം. മനുഷ്യരാൽ അസാധ്യമാണ്, എന്നാലും ദൈവത്താൽ സാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദ ഗോഡ് ഈസ് ദ പോസിബിൾ ഓഫ് ഇമ്പോസിബിൾ തിങ്സ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ശോധനകളുടെ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഒരിക്കലും നടക്കുകയില്ല, ഇതിനൊരു പരിഹാരമില്ല, ഇതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭാരപ്പെടുമ്പോൾ കർത്താവ് ഈ പാട്ടിലൂടെ എന്നോട് പറയുവാണ്, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരാൾ എന്നോട് കൂടെയുണ്ട്. എൻ്റെ കർത്താവിനോട് കൂടെ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്നുണ്ട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ നിങ്ങൾ അസാധ്യമായി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തെ മാറ്റിക്കളഞ്ഞു ഹല്ലേലൂയ, സ്തോത്രം, പിറുവറിപ്പില്ലാതെ തൻ്റെ വചനത്തിൽ ആശ്രയിക്കണം. ദൈവത്തിന് സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ജീവിക്കുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് വിളിച്ചു പറയുകയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും 91 സങ്കീർത്തനം ഞങ്ങൾക്ക് വായിക്കാം. നമ്മൾക്കെല്ലാം സുപരിതമായ സങ്കീർത്തനമാണ്. വീണ്ടും വായിക്കാം. അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. സ്തോത്രം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം. ഞാൻ അവനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കരുണയാൽ ഞാൻ ആകത്ത് സഖ്യത്തോടെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ദൈവത്തിന് മഹത്വം. നാളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ നാളെപ്പറ്റി ഭാരപ്പെടുന്ന എന്ത് സംഭവിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് അവനോട് കൂടെയിരിക്കും. കഷ്ടകാലത്ത് നമ്മളോട് കൂടെയിരിക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട്. ദൈവത്തിന് വിശ്വാസത്തിൽ, വചനത്തിൽ വിശ്വസിക്കുന്നതിൽ ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അതിന്മേൽ ഏറ്റെടുത്താട്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ യാത്രയിൽ ശോധനയുടെ നടുവിൽ ഹല്ലേലൂയ വിടുവിച്ച ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വിഷയത്തിലും പ്രവർത്തിപ്പൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെ ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച, എനിക്ക് സൗഖ്യം തന്ന, എനിക്ക് വിടുതൽ തന്ന എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക, എൻ്റെ കർത്താവിനെ സാക്ഷീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടണം നമ്മളിലൂടെ. എൻ്റെയും നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം, എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ. ദൈവത്തിന് മഹത്വം. സ്തോത്രം ചെയ്യുന്നു. ഞാനോ കുറയണം, അങ്ങ് എന്നിൽ വളരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ തന്നെ ഉയർത്തുവാൻ നോക്കരുത്. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് സകലം ലഭിച്ചുവെന്നും നമ്മുടെ കഴിവുകളുടെ പ്രതികൂലങ്ങൾ നമ്മൾ നേരിട്ടുവെന്നും ഒരിക്കലും പറയരുത്. കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ ഒന്ന് മാത്രമാണ്
നമ്മൾ പ്രതികൂലങ്ങളെ തരണം ചെയ്തു പോകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. സകല ബഹുമാനം എപ്പോഴും നമ്മുടെ കർത്താവിന് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർഷകരുടെ നടുവിൽ വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവം എനിക്കും നിങ്ങൾക്കുണ്ട്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ആവശ്യങ്ങളുടെ നടുവിലും സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട്. സ്തോത്രം. നാം നിലവിളിക്കുമ്പോൾ, കണ്ണുനീർ ഒഴിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട്. 120 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ തന്നെ. ആ സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ യേശു കർത്താവ് നമ്മൾക്ക് സഹായകനായി, സംരക്ഷകനായി, പരിപാലകനായി നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർഷകരുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ ഒന്നുകൂടി രുചിച്ചറിയാൻ ദൈവം കൃപ നൽകുന്നു. സ്തോത്രം ചെയ്യുന്നു. കഷ്ടത വളരെ മരുഭൂമിയുടെ യാത്ര, കഷ്ടതയുടെ ശോധനയുടെ യാത്ര ഒരിക്കലും ഒരു നല്ല യാത്രയല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് കഷ്ടതയുടെ ശോധനയിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനെന്നും പറയുന്ന പോലെ നമുക്ക് എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ കഴിയും. കഷ്ടത്തിലൂടെ ശോധന പ്രതിസന്ധി നടുവിലായിരിക്കുന്നവർ ആശ്വസിപ്പിക്കുന്നവർക്ക്. പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന, ആ തീച്ചിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ വേദനയും അതിൻ്റെ ആഴവും മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള അവസ്ഥകളിൽ, കഷ്ടതകളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമാണ് യേശു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്നും പറയുന്ന പോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഇങ്ങനെയുള്ള പ്രതികൂല നടുവിലായിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ, യേശുവിലേക്ക് തിരിയുക, യേശുവിനെ വിളിക്കുക. യേശു നിങ്ങളെ വിളിച്ചാൽ ഏത് സമയത്ത് ഓടിയെത്തും, ഏത് സമയത്ത് നിങ്ങളെ സഹായിക്കും. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. നമ്മൾ 9 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പീഡിതനായ കർത്താവ് കഷ്ടകാലത്ത് ഒരാശ്രയിക്കാൻ നമുക്കുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആശ്രയിക്കാനും വിശ്വസിപ്പാനും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യയിൽ ആശ്രയിക്കുന്ന 114 സംഘം നമ്മൾ വായിക്കുന്നല്ലോ. മനുഷ്യയിൽ ആശ്രയിക്കുന്നതിന് പൂർവ്വക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതിന് കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഷ്ടത്തിൽ പീഡിതൻ്റെ അഭയസ്ഥലമായിട്ട് നമ്മുടെ യേശു കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിന് എൻ്റെ പീഡിതാവസ്ഥയിൽ, എൻ്റെ കഷ്ടത്തിൻ്റെ നടുവിൽ എന്നോട് കൂടെ ഇരുന്ന ഒരു യേശു കർത്താവ് നിങ്ങളോടും കൂടെ ഇരിക്കുവാനും, നിങ്ങളോട് കൂടെ നടക്കുവാനും, നിങ്ങളുടെ സഹായിപ്പാനും, നിങ്ങളെ പരിപാലിപ്പാനും, നിങ്ങളെ സംരക്ഷിപ്പാനും, നിങ്ങളുടെ കർത്താവിൻ്റെ ഉള്ളംകത്തെ കൊണ്ടു നടക്കാനും എൻ്റെ കർത്താവിന് കഴിയും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ ജീവിപ്പിച്ച ദൈവം, എൻ്റെ കഷ്ടതയിൽ എന്നെ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, കർത്താവിൻ്റെ ദൈവീയ സാന്നിധ്യത്താൽ എന്നെ നിറച്ച ദൈവം, കർത്താവിൻ്റെ സംരക്ഷണത്തിൽ എന്നെ പൊതിഞ്ഞ ദൈവം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കഷ്ടത നടുവിൽ, പ്രതികൂലതകളിൽ സംരക്ഷിക്കാനായിട്ട് കഷ്ടത നടുവിൽ ഇറങ്ങി വന്ന് കർത്താവ് ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുക. ഹല്ലേലൂയ. വചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് അതിന്മേൽ ആമേൻ പറയുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 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 കർത്താവിനെ അന്വേഷിക്കുന്നവരെ ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കാത്തൊരു നല്ല കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ യേശുവിനെ അന്വേഷിച്ചാൽ, നിങ്ങൾ യേശുവിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല, ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ യേശുവിലേക്ക് തിരിഞ്ഞതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തി, ഇത്രത്തോളം എന്നെ കാത്തു പരിപാലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശോധനകളും പ്രതികൂലങ്ങളും രോഗങ്ങളും കഷ്ടം ദുഃഖമില്ലാത്ത ഒരു ദൈവമക്കളില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആ കഷ്ടതയുടെ ശോധനയുടെ നെടുവീർപ്പിൻ്റെ അവസ്ഥയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു യേശു കർത്താവാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പരീക്ഷ സഹിക്കുന്ന ഒരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് പരീക്ഷ സഹിക്കുന്ന ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പിറുപിറുപ്പില്ലാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ഹല്ലേലൂയ. സ്തോത്രം. 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 ഹല്ലേലൂയ. അവന് ആവശ്യമായ അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കാതെ, ഹല്ലേലൂയ. സ്തോത്രം. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ, അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പരീക്ഷയിൽ കടന്നു പോകുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. പരീക്ഷയിൽ കടന്നപ്പോൾ ദൈവത്തെ ചോദ്യം പിറുപിറുക്കുകയും അവിശ്വാസത്തിൻ്റെ വാക്ക് പറയുകയും തെറി വിളിക്കുകയും അങ്ങനെ അനാവശ്യ വാക്കുകളൊക്കെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ സഹിക്കുന്ന ഭാഗ്യമെന്ന് പറയാൻ പറ്റത്തില്ല. പരീക്ഷ സഹിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ പിറുപിറുപ്പിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവിശ്വാസം
നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. നമ്മൾ ഒരിക്കലും വായ കൊണ്ട് ഒരവശ്യ വാക്കുകൾ പറയരുത്, ഹൃദയത്തിൽ ചിന്തിക്കരുത്, ദൈവത്തെ ചോദ്യം ചെയ്യരുത്. എന്തുകൊണ്ട് എനിക്കിത് വന്നു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന പിറുപിറുപ്പിൻ്റെ അവസ്ഥകൾ കടന്നു പോകുന്ന പരീക്ഷ ജയിക്കുവാൻ കഴിയത്തില്ല. ഒരു ദൈവം തന്നത് എൻ്റെ ദൈവത്താൽ അറിയാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും വന്നില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് പരീക്ഷ സഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ വിശ്വസിച്ചും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊന്നും കൂടെ പറയട്ടെ, ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ ഹല്ലേലൂയ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ മരുഭൂമിയുടെ നടുവിൽ എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റാത്ത ദിവസങ്ങളും ദിനങ്ങളും ഉണ്ടായിരുന്നു, മണിക്കൂറുകളും നിമിഷങ്ങളും ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എനിക്ക് കഴിയുന്ന സമയത്തെല്ലാം എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനോട് കരുണ കാണിച്ചു. കർത്താവിൻ്റെ മഹാകരുണ എന്നോട് ഉണ്ടായതിനാൽ, എൻ്റെ കർത്താവിനോട് ദയ കാണിച്ചതിനാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനമായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ കർത്താവ് പലരും എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവിനെ വിടുവിച്ച കഷ്ട നടുവിൽ ഹല്ലേലൂയ, കഷ്ടകാലത്ത് എന്നോട് കൂടെ ഇരുന്ന ദൈവം, എന്നെ വിടുവിച്ച ദൈവം, ആ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ആ ദൈവത്തിന് താം എന്നിലൂടെ മഹത്വപ്പെടണമെന്ന് മാത്രമാണ് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഷ്ടകാലത്ത് എൻ്റെ കർത്താവിൻ്റെ ദൈവീയ സ്ഥാനം ഓരോ നിമിഷവും രുചിച്ചറിയാനിടയായ ദൈവത്തിന് നിങ്ങളോട് എങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അത് അനുഭവിച്ചവൾ ഞാനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അനുഭവിച്ച ദൈവീയ സാന്നിധ്യം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇറങ്ങി വന്നു വേണ്ടി എനിക്ക് പ്രവർത്തിച്ചത്, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവ് അനേകരിലൂടെ കർത്താവ് രുചിച്ചറിയാൻ ഇടയാക്കിയതെല്ലാം എൻ്റെ ജീവിക്കുന്ന ദൈവശു മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ കഷ്ടനില വിളിച്ചപ്പോൾ എനിക്ക് ഉത്തരം വഴി എൻ്റെ കർത്താവ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഷ്ട നടുവിലോ പ്രയാസ നടുവിലോ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ എൻ്റെ കർത്താവ് ആ വിളിച്ചപേക്ഷിക്കുന്ന ഉത്തരം വരണമെന്ന് ഈ വചനത്തിൽ ആശ്രയിച്ച് നിങ്ങൾ യേശുവിന് ഹൃദയം കൊടുത്തിട്ടുണ്ട്. യേശുവിനെ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി യേശു പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വായിച്ച വചനത്തുമ്പിൽ എന്നെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാൻ ഒന്നുകൂടെ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഷെയർ ചെയ്യുമ്പോൾ അത് എന്നെ കൂടെ ഒന്നുകൂടി എൻ്റെ വിശ്വാസം ഉറപ്പിക്കുകയും ഞാൻ ഒന്നുകൂടെ ശക്തിപ്പെടുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരാരെങ്കിലും പ്രതികൂലങ്ങളിലെ ശോധനകളുടെ മരുഭൂമി യാത്രയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. യേശുവേ എന്നെ സഹായിക്കണമേ, യേശുവേ എന്നെ സഹായിക്കണമേ. അങ്ങ് റിയൽ ആണെങ്കിൽ, നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമില്ലെങ്കിൽ പറയൂ, നീ റിയൽ ആണെങ്കിൽ യേശുവേ എന്നെ സഹായിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ അടുത്ത് ഓടി വരും. ദൈവത്തിന് സ്തോത്രം. കാര്യസത്യത്തിന് മാത്രമായിട്ടും യേശുവിനെ സ്വീകരിക്കുന്നത് ഞാൻ പറയട്ടെ, സൗഖ്യത്തിന് മാത്രമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂല നടുവിൽ ദൈവപ്രവർത്തിക്ക് മാത്രമായിട്ട് യേശുവിനെ സ്വീകരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ യേശുവിനെ എപ്പോഴും സ്വീകരിക്കുക. നമ്മൾ നിത്യജീവന്, ഈ ലോകം ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമാണ് നിത്യജീവൻ. ആ നിത്യജീവന് വേണമെന്നുള്ള ഒരു വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ എന്തു വന്നാലും എൻ്റെ നിത്യജീവൻ നഷ്ടമായി പോകരുന്നുള്ള ഒറ്റ പ്രാർത്ഥന, അന്ത്യശ്വാസം വരെ അറിഞ്ഞ വിശ്വാസം മാറിപ്പോകാതെ പിടിച്ചു നിൽക്കുന്ന കൃപയ്ക്കാണ് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളത് തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുമാത്രം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പോകാൻ മാനസികമായി ശരീരമായി ക്ഷണിക്കാതെ ഹല്ലേലൂയ ആത്മീയമായി ശക്തിപ്പെട്ട് ആ കൃപയിലായിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 24 വർഷക്കാലം ഇനി എത്ര നാൾ എനിക്കുണ്ട് മുന്നോട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ആയിരിക്കുന്ന നിമിഷമായിരിക്കുന്ന എത്ര നാൾ അന്ത്യശ്വാസം വരെ എൻ്റെ കർത്താവിനോട് കൂടെ നടക്കുക, കർത്താവിനോട് ചെന്ന് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഹല്ലേലൂയ. പ്രദേശങ്ങൾ കടന്നു ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ പതറിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖങ്ങളുണ്ട്. എന്നാൽ നമ്മളെ നിത്യജീവനെ ഓർത്തുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോകണം. സാൽവേഷൻ, രക്ഷ എന്ന് പറഞ്ഞത് ഇൻഡിവിജ്വലാണ്, പേഴ്സണലാണ്. ഓരോരുത്തരെയും എൻ്റെ മക്കളെയോ എൻ്റെ ഭർത്താവിനെയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ എനിക്ക് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതിനാൽ നമ്മുടെ രക്ഷ, സാൽവേഷൻ നമ്മുടെ അത് ഇൻഡിവിജ്വലാണ്, ഓരോരുത്തർക്ക് ഒറ്റയ്ക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആരെയും രക്ഷയിലേക്ക് വിളിച്ച് നടത്താൻ കഴിയത്തില്ല. നമുക്ക് അവർക്ക് രക്ഷ സന്ദേശം പറഞ്ഞു കൊടുക്കുന്നാൽ ഇതെല്ലാം അത് ദൈവവും അവരുമായിട്ടുള്ള ബന്ധമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞവർ ആരും വിശ്വാസത്തിൽ മാറിപ്പോകരുത്. ഒരിക്കലും ആരും പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാൽ ഒരിക്കലും മാറിപ്പോകരുത്. അന്ത്യശ്വാസം വരെ അർജത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കൃപയ്ക്കാൻ നമുക്ക് ഓരോ ദിവസം ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ആരെങ്കിലും കർത്താവ് പ്രതികൂല നടുവിലായിരിക്കുന്നു, മരുഭൂമി യാത്രയിലായിരിക്കും, ശോധനയോടെ കടന്ന് പ്രയാസത്തിലായിരിക്കുന്നുവോ, അവരോട് പറയട്ടെ, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ കഷ്ടതയിൽ ഞാൻ വിളിച്ചപേക്ഷിച്ച എൻ്റെ യേശു ജീവിക്കുന്ന ദൈവം എന്നെ വിടുവിച്ചെങ്കിൽ, എനിക്ക് വേണ്ടി ഉത്തരം തന്നെങ്കിൽ, ഹല്ലേലൂയ, കഷ്ടകാലത്ത് എന്നോട് കൂടെ ഇരുന്നെങ്കിൽ, ഞാൻ വന്നു പറയട്ടെ, നിങ്ങളുടെ കഷ്ടതയിലും യേശു നിങ്ങളുടെ കൂടിയിരിക്കും. വിശ്വസ്തനാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. യേശുവിലേക്ക് വരിക, യേശുവിൽ വിശ്വസിക്കുക. ഈ സത്യവേദ പുസ്തകം, ഈ ബൈബിളിലെ എല്ലാ വചനങ്ങളും നമ്മുടെ ഓരോ ദിവസവും ഡെയിലി
മന്നയാണ്. ഭക്ഷണമില്ലാതെ നമുക്ക് ഇത് വായിച്ച് ഓരോ ദിവസം ധ്യാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അകത്തെ മനുഷ്യനെ ഹല്ലേലൂയ അകത്തെ മനുഷ്യനെ നമ്മുടെ സ്പിരിറ്റ് മാനെ നമ്മൾ അതിന് ഈ വചനം വായിച്ച് പുഷ്ടിപ്പെടുത്തണം. വചനം വായിച്ച് അതിൽ ശക്തിപ്പെടണം. അപ്പോൾ നമ്മൾ പ്രയാസം ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് കഷ്ടം മാത്രം ഒരു വചനം വായിക്കുന്നവരായിട്ടല്ല, എപ്പോഴും വചനം വായിക്കുന്ന ഒരു ഹാബിറ്റ്, ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം നമ്മൾക്ക് ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വചനത്തിൽ വായിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധി കടന്നു വന്നാൽ നമ്മളെ തളർത്തുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശക്തനാക്ക മുഖാന്തരം എനിക്ക് സകലത്തെയും നേരിടാൻ കഴിയുന്ന കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ നമുക്കുള്ള, കർത്താവിൻ്റെ അഭിഷേകം നമുക്കുള്ളപ്പോൾ ഒരു പൈശാചിക ശക്തികളോ ഒരു രോഗാത്മാക്കളോ നമ്മളെ തൊടുവാനോ നമ്മളെ നശിപ്പിക്കാനോ കഴിയത്തില്ല. നാം വിളിച്ചപേക്ഷിച്ച നാളിൽ എന്നോട് ഉത്തരമുള്ള കർത്താവ് നിങ്ങളോടും കൂടെയുണ്ട്. വിശ്വസിക്കുക, ഏറ്റെടുക്കുക, ആമേൻ പറയുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവത്തിന് മഹത്വം നമുക്ക് ഉണ്ടാക്കിയ നിമിഷം പ്രാർത്ഥിക്കാം. കാരണം നല്ല പിതാവിൻ്റെ നിമിഷം വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് ഉറവാശിയുടെ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും കർത്താവിൻ്റെ ഞങ്ങളുടെ വിശ്വാസം ഒന്നും കൂടെ ഉറപ്പിക്കുവാനും ഞങ്ങളെ കർത്താവ് സഹായിച്ച നന്ദി പറയുന്ന കർത്താവ്. കർഷക നടുവിൽ കൂടെ ഞങ്ങളോട് കൂടെ ജീവിക്കുന്ന ദൈവം, ഹല്ലേലൂയ. കർഷക നടുവിലായിട്ട് ഒന്ന് പ്രവർത്തിക്കുന്ന ദൈവം, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും ഉത്തരം തരുന്ന കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ ജീവിക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ള നന്ദി പറയുന്ന കർത്താവ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രതികൂലങ്ങളുടെ മരുഭൂമി യാത്രയിലായിരിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ എനിക്ക് ഉത്തരമല്ല ദൈവം, എൻ്റെ കർഷകരുടെ കൂടെ ദൈവം അവരുടെ വിഷയങ്ങളിലും പ്രവർത്തിക്കുവാൻ എൻ്റെ കർത്താവിനോട് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ പരാജയങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പറഞ്ഞ എല്ലാവരും കർത്താവിനിക്ക് ദേശങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിധവമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖഭാവനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുമാറാണ്. കഷ്ടയുടെ കർത്താവ് ഏതെല്ലാം ആവശ്യങ്ങളിൽ എന്നെ കേൾക്കുന്നവരായിരിക്കുന്നു രഹസ്യമേ പരസ്യമേ പ്രാർത്ഥന സകല വിശുദ്ധരമില്ല കർത്താവ് ദൈവ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് നാമം പകർത്ത് ഞങ്ങളെ കാണും. കർത്താവിനെ കാണും. കർത്താവിൻ്റെ സ്ഥലം ഞങ്ങൾ നടത്തുന്ന വിശുദ്ധ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ ഇത് ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ഓരോ നിമിഷമാരും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയാചം കേട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്നവർക്ക് നന്ദി പറയുന്നു. വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. സ്തോത്രം.